നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ക്ലിപ്പിംഗ് ഉണ്ട്. വൈറലായി മാറിയ ഒരു മൂവി ക്ലിപ്പിംഗ്. ഒരു പയ്യൻ തന്റെ ഗ്രാമത്തിനായി വിൻമിൽ ഉപയോഗിച്ച് മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ നോക്കുന്നതിന്റെയും ഒടുവിൽ എല്ലാ എതിർപ്പുകളെയും മറികടന്ന് അവനതിൽ സക്സസ് ആവുന്നതിന്റെ ദൃശ്യങ്ങൾ 2019 പുറത്തിറങ്ങിയ ദ ബോയ് വൂ ഹാർനസ് ദ വിൻഡ് എന്ന യഥാർത്ഥ സംഭവകഥയെ അടിസ്ഥാനമാക്കി ചിത്രീകരിച്ച ചലച്ചിത്രത്തിലെ ദൃശ്യങ്ങളാണത്. ആ സിനിമയുടെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥയെ ആരംഭിക്കുന്നത് സുഡാനിലെ ചെറിയൊരു വില്ലേജായ കസൂങ്കയിൽ നിന്നുമാണ്. ആ ഗ്രാമത്തിലുള്ളവർ കൃഷി ചെയ്തിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. കൂടുതലായും ചെയ്യുന്നത് ചോളകൃഷിയാണ്. ദാരിദ്ര്യം എങ്ങും അവിടെ എത്തി നിന്നിരുന്നു. അന്ന് കർഷകർ തങ്ങളുടെ കൃഷിയിടത്തിൽ വിളവെടുപ്പ് നടത്തുകയാണ്. തരക്കേടില്ലാത്ത വിളവുണ്ട്. കുട്ടികളാകട്ടെ കൃഷിയിടത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്നായിരുന്നു കർഷകരിൽ ഒരാൾക്ക് നെഞ്ചുവേദന വന്ന് കുഴഞ്ഞു വീണത്. ജോൺ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. വൈകാതെ ജോൺ മരണപ്പെട്ടു. ജോണിന്റെ ഫ്യൂണറൽ ചടങ്ങുകൾ നടന്നു. പള്ളിയിലച്ചൻ എല്ലാവരോടും സംസാരിച്ചു. ജോണിന്റെ നല്ല പ്രവൃത്തികൾ കാരണം, സമൂഹത്തിനുള്ള സേവനം കാരണം അവൻ എന്നേക്കും ഓർമ്മിക്കപ്പെടും എന്ന് ഫാദർ ആ നിമിഷം പറഞ്ഞിരുന്നു. ജോണിന്റെ സഹോദരൻ ട്രെയ്വെല്ലും മകൻ ജെർമിയയും അതൊക്കെ നിറകണ്ണുകളോടെ കേട്ടുകൊണ്ടിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത അകാല മരണമായിരുന്നു ജോണിന്റേത്. ട്രെയ്വെല്ലും ജോണിനെ പോലെ കർഷകനാണ്. ട്രെയ്വെല്ലിന് 3 മക്കളാണുള്ളത്. ചെറിയൊരു വീട്ടിൽ അവർ സന്തോഷത്തോടെ ജീവിച്ചു വരുന്നു. അവരുടെ ജീവിതം കൃഷിയെ മാത്രം ആശ്രയിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. ട്രെയ്വെല്ലിന്റെ മകൻ വില്യത്തിന് ഇലക്ട്രോണിക്സിൽ വലിയ താല്പര്യമാണ്. പഠനകാര്യത്തിലും മികച്ചവൻ. മറ്റുള്ളവർക്കായി ചെറിയ ചെറിയ റിപ്പയറിംഗ് ജോലികളൊക്കെ ചെയ്തു കൊടുത്ത് കുടുംബത്തിലേക്ക് ചെറിയ പണമൊക്കെ അവൻ സമ്പാദിക്കാറുമുണ്ടായിരുന്നു. മറുവശത്ത് ട്രെയ്വെല്ലിന്റെ മകൾ ആനിയാകട്ടെ പണമില്ലാത്തതുകൊണ്ട് തന്റെ കുടുംബം തന്നെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ അയക്കുന്നതും പ്രതീക്ഷിച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നല്ല കാലാവസ്ഥയും നല്ല വിളവുമില്ലെങ്കിൽ കുടുംബത്തിന്റെ കാര്യം അവതാളത്തിലാകും. എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റും. വില്യത്തിന് പുതിയ സ്കൂൾ യൂണിഫോം പോലും ഉണ്ടായിരുന്നില്ല. അന്ന് ട്രെയ്വെല്ലിന്റെ ഭാര്യ ആഗ്നസ് വില്യത്തിന്റെ പുതിയ യൂണിഫോം അവൻ കുളിച്ചു വരുമ്പോഴേക്കും ബെഡിൽ കൊണ്ടുവന്നു വെക്കാൻ ട്രെയ്വെല്ലിനോട് പറഞ്ഞു. ട്രെയ്വെല്ലും അത്തരത്തിൽ ചെയ്തു. കുളിച്ചു വന്നപ്പോൾ പുതിയ യൂണിഫോം കണ്ട് വില്യത്തിന്റെ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. അവൻ അതും ധരിച്ച് സന്തോഷത്തോടെ പുറത്തേക്ക് ഓടി വന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ചു. ശേഷം ഏവരോടും യാത്ര പറഞ്ഞ് സ്കൂളിലേക്ക് പുറപ്പെട്ടു. പോകുന്നതിനു മുമ്പ് വില്യത്തോട് നന്നായി പഠിക്കണമെന്നും നല്ല കുട്ടിയായി വരണം എന്നുമൊക്കെ ട്രെയ്വെൽ ഉപദേശിച്ചു. സ്കൂളിലേക്ക് പോവാനിറങ്ങിയ വില്യം തന്റെ കൂട്ടുകാരൻ ഗിൽബർട്ടിനെ മീറ്റ് ചെയ്തു. അവരിരുവരും ഒന്നിച്ചായിരുന്നു ശേഷം സ്കൂളിലേക്ക് പോയത്. മറുവശത്ത് ആഗ്നസും ആനിയും കൂടി അടുത്തുള്ള മില്ലിൽ പോയിരിക്കുകയായിരുന്നു. അവിടെ വെച്ച് ആഗ്നസ് മകൾ ആനിയോട് യൂണിവേഴ്സിറ്റി പഠനമൊക്കെ കഴിയുമ്പോൾ നീയും ഒരു ജോലി കണ്ടെത്താനും കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാനും ആവശ്യപ്പെട്ടു. മില്ലിൽ നിന്ന് അവർ ഇറങ്ങി വരുമ്പോൾ ട്രെയ്വെല്ലും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ആ സമയം വെൽ സ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്റെ സൈക്കിളിൽ മുമ്പോട്ട് ചവിട്ടിപ്പോകുന്നുണ്ടായിരുന്നു. ആ യുവാവിനെ കുറച്ചുനേരം ആനി നോക്കി നിന്നു. അവളുടെ മുഖത്തൊരു പുഞ്ചിരിയും വിരിഞ്ഞു. മൈക്ക് കാച്ചിഗുണ്ട എന്നായിരുന്നു ആ യുവാവിന്റെ പേര്. അദ്ദേഹം നേരെ സൈക്കിൾ ചവിട്ടി എത്തിയത് വില്യം പഠിക്കുന്ന സ്കൂളിലേക്കാണ്. അദ്ദേഹം അവിടുത്തെ അധ്യാപകനായിരുന്നു. പിന്നാലെ സ്കൂൾ അസംബ്ലി നടക്കുകയാണ്. പ്രിൻസിപ്പൽ കുട്ടികളുടെ അടുത്ത് പ്രത്യേകം എടുത്തു പറഞ്ഞു, സ്കൂൾ ഫീസ് അടയ്ക്കാത്തവർക്ക് സ്കൂൾ ലൈബ്രറി ഉപയോഗിക്കാൻ സാധിക്കില്ല. അന്ന് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പോരാൻ നേരം വില്യം ചേച്ചി ആനി തന്നുവിട്ട ഒരു കത്ത് കാച്ചിഗുണ്ടയ്ക്ക് കൈമാറി. അവളെ യൂണിവേഴ്സിറ്റി പഠിത്തത്തിൽ സഹായിക്കണം എന്നെന്തുവാണ് എഴുതിയിരിക്കുന്നതെന്നാ പറഞ്ഞത് എന്നും അവൻ മാഷിനോട് പറഞ്ഞു. മാഷിന്റെ മുഖത്ത് ഒരു ബ്ലഷിംഗ് തന്നെ വന്നിരുന്നു. പിന്നാലെ മാഷ് പോവാൻ തുടങ്ങി. പോകുന്നതിനു മുമ്പ് വില്യത്തോട് ഫീസ് അടച്ചിട്ടില്ല, അതടയ്ക്കണം എന്ന് മാഷ് പറയുകയും ചെയ്തു. അടുത്ത ദിവസം ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. വില്യം വൈകുന്നേരം തൊട്ടേയിരുന്ന് പഠനം ആരംഭിച്ചു. പക്ഷേ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ഇടമാണ്. രാത്രി ആയപ്പോൾ ലൈറ്റോ ഒന്നുമില്ലാത്തതിനാൽ വില്യത്തിന് പഠനം അവസാനിപ്പിച്ചുറങ്ങേണ്ടി വന്നു. വൈകാതെ അവർക്ക് ആ വിഷയങ്ങളുടെ മാർക്കും ലഭിച്ചു. ഫസ്റ്റ് ക്ലാസ്സിനോടനുബന്ധിച്ച് മാർക്ക് നേടാൻ വില്യത്തിന് സാധിച്ചിരുന്നു. എന്നിരുന്നാലും വില്യം ഗിൽബർട്ടുമായി സംസാരിച്ചുകൊണ്ട് പറഞ്ഞു, രാത്രിയിൽ പഠിക്കുവാൻ നമുക്കൊരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ ഇതിലും നല്ല മാർക്ക് വാങ്ങാൻ നമുക്ക് കഴിഞ്ഞേനെ. അന്ന് സ്കൂൾ വിട്ടു പോകുമ്പോൾ അവർ അടുത്തുള്ള ജങ്ക്യാർഡിൽ കയറി. രാത്രിയിൽ വെളിച്ചമുണ്ടാക്കാൻ ഉതകുന്ന തരത്തിൽ എന്തെങ്കിലും വസ്തുക്കൾ അവിടെ നിന്ന് കിട്ടുമോ എന്നായിരുന്നു അവർ തിരച്ചിൽ നടത്തിയത്. പക്ഷേ അങ്ങനൊന്നും കിട്ടിയില്ല. ശേഷം അവരിരുവരും ഗിൽബർട്ടിന്റെ വീട്ടിലേക്ക് പോയി. ഗിൽബർട്ടിന്റെ വീട്ടിൽ അന്ന് ഗ്രാമവാസികളുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഗിൽബർട്ടിന്റെ അച്ഛൻ വിംപെയാണ് ഗ്രാമത്തലവൻ. അതുകൊണ്ടായിരുന്നു അവിടെ വെച്ച് മീറ്റിംഗ് അരങ്ങേറിയിരുന്നത്. പുറത്തുനിന്നുള്ള 2 വ്യക്തികൾ, കോർപ്പറേറ്റുകാർ, അവരുടെ മരങ്ങൾ വിൽക്കാൻ ആവശ്യപ്പെട്ട് അത് ചോദിച്ചുകൊണ്ട് ഗ്രാമത്തിലെത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് അവിടെ അപ്പോൾ മീറ്റിംഗ് നടക്കുന്നത്. വിംപെയും ഗ്രാമത്തിലെ കർഷകരൊക്കെയും മരങ്ങൾ വിൽക്കാൻ സാധ്യമല്ല എന്ന് അവരോട് പറഞ്ഞു. പക്ഷേ അവിടുണ്ടായിരുന്ന മരണപ്പെട്ട ജോണിന്റെ മകൻ ജെർമിയ എഴുന്നേറ്റ് നിൽക്കുകയും തന്റെ മരങ്ങൾ താൻ വിൽക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞവിടെ പ്രശ്നമുണ്ടാക്കി അവിടെ നിന്ന് പോരുകയും ചെയ്തു. ട്രെയ്വെല്ലും മറ്റുള്ളവരും അവനെ തടയാൻ ശ്രമിച്ചെങ്കിലും ജെർമിയ ആര് പറയുന്നതും കേട്ടില്ല.
ട്രൈബൽ ജെർമിയയുടെ അടുത്തെത്തി അവനെ കൺവിൻസ് ചെയ്യിക്കാൻ ശ്രമിച്ചു. അവന്റെ ചൂതാട്ടവും മറ്റും നിർത്തി ഭാവിക്കായും എന്തെങ്കിലുമൊക്കെ ചേർത്ത് വെക്കാനൊക്കെ ഉപദേശിച്ചു. ജെർമിയ ഒന്നും ചെവികൊണ്ടില്ല. മഴക്കാലം വരാൻ പോകുന്നു, വെള്ളപ്പൊക്കവും വരും, കളകളും വിളകളും ഒക്കെ നശിക്കും. അതും പ്രതീക്ഷിച്ച് നിങ്ങളൊക്കെ വീണ്ടും കൃഷി ചെയ്യുന്നു. നിങ്ങളും ചെയ്യുന്നത് ചൂതാട്ടം തന്നെയല്ലേ, ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എന്നേ വ്യത്യാസമുള്ളൂ എന്നായിരുന്നു ജെർമിയയുടെ മറുപടി. എല്ലാം വിറ്റ് എത്രയും വേഗം ഈ ഗ്രാമം വിട്ട് രക്ഷപ്പെട്ടു പോകണമെന്ന് ഞാൻ ആലോചിക്കുന്നത് എന്നും ജെർമിയ കൂട്ടിച്ചേർത്തു. ട്രൈവലിന് അവനെ തടയാനാകുമായിരുന്നില്ല. അടുത്തൊരു ദിവസം വില്യമും ഗിൽബർട്ടും കൂടി ലൈവ് ഫുട്ബോൾ മാച്ച് കേൾക്കുവാൻ കൂട്ടുകാർ താമസിക്കുന്ന ഇടത്തെത്തി. അവിടെ ഒരു പഴയ റേഡിയോയിൽ അവർ ലൈവ് മാച്ച് കേൾക്കാനിരുന്നു. പക്ഷെ പാതി എത്തിയപ്പോഴേക്കും പെട്ടെന്ന് റേഡിയോ സ്റ്റെക്കായി നിന്നു. ഏവരും പ്രതീക്ഷയോടെ വില്യത്തിനെ നോക്കി. വില്യം ഉടൻ റേഡിയോ പരിശോധിച്ചു. സമയം ചിലവഴിക്കാതെ വില്യം തന്റെ വീട്ടിലേക്കോടി. വീട്ടിലെത്തുമ്പോൾ അച്ഛനും അമ്മയും സംസാരിക്കുകയാണ്. ഭാവിയെ കരുതി അവർ സേവ് ചെയ്തു വെച്ച പൈസയെ പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത്. വില്യം ആ സമയം അച്ഛനടുക്കൽ എപ്പോഴാണ് അച്ഛ സ്കൂൾ ഫീ അടയ്ക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു. വിളയെടുപ്പൊക്കെ കഴിഞ്ഞ് അത് വിറ്റ് കഴിയുമ്പോൾ നല്ല പണം കിട്ടും, അപ്പോ സ്കൂൾ ഫീസ് അടയ്ക്കാം എന്നായിരുന്നു അച്ഛൻ മറുപടി പറഞ്ഞത്. പിന്നാലെ വില്യം അച്ഛന്റെ റേഡിയോയിലെ ബാറ്ററികൾ ഊരിയെടുത്ത് അതുമായി നേരെ ഫ്രണ്ടിന്റെ വീട്ടിലേക്കോടി. ബാറ്ററി ഇട്ട് പരിശോധിച്ച് ബാക്കി കാര്യങ്ങൾ കൂടി ചെയ്തതോടെ റേഡിയോ വീണ്ടും പ്രവർത്തിക്കാൻ ആരംഭിച്ചു. കൂട്ടുകാരൊക്കെയും കൈയടിച്ച് അവനെ പ്രോത്സാഹിപ്പിച്ചു. ശക്തമായ മഴ അന്നേ തുടങ്ങിയിരുന്നു. രാത്രി വൈകി മഴ നനഞ്ഞായിരുന്നു ഗിൽബർട്ടും വില്യമും വീട്ടിലേക്ക് ഓടി മടങ്ങിയത്. അന്ന് പോകുന്ന വഴിയിൽ അവരൊരു കാഴ്ചയും കണ്ടു. അവരുടെ അധ്യാപകൻ കാച്ചുകുണ്ടയും വില്യത്തിന്റെ സഹോദരി ആനിയും പ്രണയ സല്ലാപത്തിൽ ഏർപ്പെടുന്നതും പരസ്പരം ചുംബിക്കുന്നതുമായ കാഴ്ചയായിരുന്നു അത്. വില്യത്തിനത് തീരെ പിടിച്ചിരുന്നില്ല. അടുത്ത ദിവസം ഗിൽബർട്ടിനൊപ്പം ജങ്ക്യാർഡിൽ ആവശ്യമുള്ള വസ്തുക്കൾ ശേഖരിക്കുന്നതിനിടയിൽ കാച്ചിഗുണ്ടയ്ക്ക് ഒരു പണി കൊടുക്കണം എന്ന് വില്യം പറഞ്ഞു. കാച്ചിഗുണ്ടയുടെ സൈക്കിൾ അങ്ങ് തകർക്കാം, അവൻ ആനിയെ മീറ്റ് ചെയ്യുന്നതപ്പോ നിർത്തിക്കോളും എന്നായിരുന്നു വില്യം പറഞ്ഞത്. അവർ അതിനായി സൈക്കിളിന്റെ അടുത്തെത്തി. ആ സമയമാണ് സൈക്കിളിലെ ഹെഡ്ലൈറ്റ് അവൻ ശ്രദ്ധിക്കുന്നത്. പെഡൽ കറക്കുമ്പോൾ ഡൈനാമോ വർക്ക് ചെയ്ത് ഹെഡ്ലൈറ്റ് കത്തുന്നു. അവന് വലിയ കൗതുകം തന്നെ തോന്നി. മറുവശത്ത് ഗ്രാമത്തിൽ ശക്തമായ മഴ കനക്കുകയായിരുന്നു. വെള്ളപ്പൊക്കവും കൃഷി നാശനഷ്ടവും സംഭവിക്കാം എന്ന് ഏറെക്കുറെ ഉറപ്പായി. അതുപോലെ തന്നെ നടന്നു. ചെറിയ വിളവായിരുന്നു ലഭിച്ചത്. ഫീസ് അടയ്ക്കാത്തതിന്റെ പേരിൽ വില്യം സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു. അടുത്ത വിളയിടണമെങ്കിൽ വിത്തിനായി വരെ ഗവൺമെന്റിന്റെ ഹെൽപ്പ് വേണമായിരുന്നു. ട്രൈവൽ വില്യത്തെയും കൂട്ടി നഗരത്തിലുള്ള സുഹൃത്ത് ഡാനിയലിനെ കാണാൻ പോയി. ഗവൺമെന്റിനോട് സംസാരിച്ച് ഹെൽപ്പ് ഗ്രാമത്തിന് വാങ്ങിത്തരണം എന്ന് ട്രൈബൽ ഡാനിയലിനോട് പറഞ്ഞു. ഡാനിയലിന് ഗവൺമെന്റ് കണക്ഷൻസ് ഒക്കെയുണ്ട്, പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ലെന്നും വൈകാതെ വലിയ വരൾച്ച വരുമെന്നാ പറയുന്നത്. അതുകൊണ്ട് അതിന് പ്രിപ്പയർ ആവാനായിരുന്നു ഡാനിയൽ ട്രൈവലിനെ ഉപദേശിച്ചത്. അടുത്ത ദിവസം വില്യമാകട്ടെ സസ്പെൻഡ് ആയെങ്കിലും ആരും കാണാതെ സ്കൂളിൽ പോയി. ക്ലാസ്സിൽ മറഞ്ഞു കയറി. പ്രിൻസിപ്പളിന്റെ കണ്ണിൽ പെടാതിരിക്കാൻ അവൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അന്ന് ക്ലാസ് കഴിഞ്ഞതും അവൻ കാച്ചുകുണ്ടയുടെ അടുത്ത് ചെന്നു. കാച്ചുകുണ്ടയ്ക്കടുത്ത് വില്യം ആ കാര്യം ചോദിച്ചു. എങ്ങനെയാണ് സൈക്കിളിലെ ലൈറ്റ് കത്തുന്നത്? അതും പെഡൽ കറക്കുമ്പോൾ തനിയെ കത്തുന്നു. കാച്ചുകുണ്ട തനിക്കറിയാവുന്നത് വിശദീകരിച്ചു. കൈനറ്റിക് എനർജിയെ അതിലുള്ള ഡൈനാമോ ഇലക്ട്രിസിറ്റിയാക്കി മാറ്റുകയാണ്. തനിക്ക് എങ്ങനെയാ ഒരു ഡൈനാമോ ഉണ്ടാക്കാൻ സാധിക്കുക എന്നായി അവന്റെ അടുത്ത ചോദ്യം. അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞുകൊടുക്കാൻ കാച്ചുകുണ്ടയ്ക്കും അറിവുണ്ടായിരുന്നില്ല. വില്യത്തോട് ലൈബ്രറിയിൽ കയറി കൂടുതൽ പുസ്തകങ്ങൾ പരിശോധിച്ച് കണ്ടെത്താൻ കാച്ചുകുണ്ട പറഞ്ഞു. തനിക്കിപ്പോൾ ലൈബ്രറിയിൽ പ്രവേശനമില്ലെന്നും ഫീസ് അടച്ചിട്ടില്ലെന്നും അവൻ വ്യക്തമാക്കി. തന്റെ സഹോദരിയുടെയും കാച്ചുകുണ്ടയുടെയും റിലേഷൻഷിപ്പ് ആ നിമിഷം ഒരു ബ്ലാക്ക് മെയിൽ പോലെ ഉപയോഗിക്കാനും വില്യം മടിച്ചില്ല. ലൈബ്രറിയിൽ കയറാൻ തന്നെ സഹായിക്കണമെന്നും ഇല്ലെങ്കിൽ താനത് പരസ്യമാക്കും എന്നും അവൻ കാച്ചുകുണ്ടയോട് പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ കാച്ചുകുണ്ട വില്യത്തിനെ സഹായിക്കാൻ തീരുമാനിച്ചു. ലൈബ്രറിയിലെത്തി താനും വില്യമും ഒരു പ്രൊജക്ട് ചെയ്യുന്നുണ്ടെന്നും അതുകൊണ്ട് ലൈബ്രറി കാർഡില്ലെങ്കിലും അവന് പ്രവേശനം അനുവദിക്കണം എന്ന് കാച്ചുകുണ്ട ലൈബ്രറിയനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ വില്യത്തിന് ലൈബ്രറിയിൽ പ്രവേശനം ലഭിച്ചു. വൈകാതെ ഗ്രാമത്തിൽ ഒരു പ്രോഗ്രാം നടക്കുകയായിരുന്നു. പ്രസിഡന്റ് അടക്കം പങ്കെടുക്കുന്നുണ്ട്. വില്ലേജേഴ്സ് ഒക്കെ പ്രസിഡന്റിനെ വലിയ തോതിൽ വരവേറ്റു. പ്രോഗ്രാമിൽ ഗ്രാമത്തലവൻ വിംബെ ഗ്രാമത്തിലെ ദാരിദ്ര്യത്തെ പറ്റിയും ഗവൺമെന്റിൽ നിന്നില്ലാത്ത സപ്പോർട്ടിനെ പറ്റിയുമൊക്കെ വിശദമായി പറയാൻ തുടങ്ങി. പ്രസിഡന്റിന് അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. തന്റെ ഗാർഡുകളെ വിട്ട് ചീഫ് വിംബെയെ പിടിച്ചുമാറ്റിയ പ്രസിഡന്റ് തന്റെ ഗാർഡുകളെ കൊണ്ട് തന്നെ തനിക്കെതിരെ സംസാരിച്ചതിന് വിംബെയെ കൈകാര്യവും ചെയ്യിപ്പിച്ചു. കാര്യങ്ങൾ കൂടുതൽ കഠിനമാവുകയായിരുന്നു. ഗ്രാമത്തിൽ വലിയ തോതിൽ വരൾച്ച ബാധിച്ചു. വിളകളൊന്നും നന്നായി വിളഞ്ഞില്ല. എന്തിനേറെ പച്ചപ്പ് കാണാൻ പോലും ഇല്ലാതായി. വിളവെടുപ്പിന്റെ കാലം എത്തിയപ്പോഴും വളരെ കുറഞ്ഞ വിള മാത്രമായിരുന്നു അവർക്ക് ലഭിച്ചതും. കുടുംബത്തിന്റെ ഭക്ഷണത്തിന് പോലും വേണ്ടത്ര വിള ലഭിക്കാതിരുന്ന കാലം. വർഷം ഏതാണ്ട് 2000. കിട്ടിയ വിളകൾ കൊണ്ട് ഭക്ഷണം കഴിക്കൽ പോലും സാധ്യമാകില്ലെന്നും അതുകൊണ്ട് സേവിങ്സിൽ നിന്ന് പണമെടുക്കണം എന്നും ട്രൈബൽ ഭാര്യയോട് പറഞ്ഞു. ഇതൊന്നും പോരാതെ ആ സമയത്തായിരുന്നു ഗവൺമെന്റ് റേഷൻ ഫുഡിന്റെ വിലയും വർദ്ധിപ്പിച്ചത്. അതോടെ കാര്യങ്ങൾ കൂടുതൽ
കൂടുതൽ വഷളാവാൻ ആരംഭിച്ചു. ഗവൺമെന്റിനെതിരെ ഗ്രാമത്തിലുള്ളവർ പ്രൊട്ടസ്റ്റും തുടങ്ങി. ട്രൈബൽ അതിന്റെ ഭാഗമായി സമരം ചെയ്യുവാൻ പോയി. മറുവശത്ത് വില്യമാകട്ടെ സ്കൂളിലെ കൊളിഞ്ഞു കയറി വായിക്കലും പഠിക്കലും തുടർന്നു പോന്നു. വിൻഡ് ആൻഡ് ഇലക്ട്രിക്കൽ എനർജിയെപ്പറ്റി വ്യത്യസ്ത ബുക്കുകളിൽ നിന്നും അവൻ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ഒരു ദിവസം പ്രിൻസിപ്പൽ യാദൃച്ഛികമായി ക്ലാസ്സിലേക്ക് കടന്നു വന്നു. വില്യത്തെ പിടികൂടുകയും സ്കൂളിൽ നിന്ന് പുറത്താക്കുകയും ഉണ്ടായി. പിന്നീടായിരുന്നു പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ടെന്തോ 2 ഫുഡ് ട്രക്കുകൾ ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നത്. ആഗ്നസ് ഉടൻ തന്നെ ഗോഡൌണിലേക്ക് പാഞ്ഞു ചെന്ന് ഭക്ഷണം വാങ്ങുവാൻ തങ്ങളുടെ സേവിങ്സിൽ നിന്നുള്ള പണമെടുത്ത് മകന്റെ കയ്യിൽ കൊടുത്തു. അച്ഛന്റെ സൈക്കിളും എടുത്ത് വില്യം ഗോഡൌണിലേക്ക് പാഞ്ഞു. ഒരു തരത്തിൽ തിരക്കുകൾക്കിടയിലൂടെ അകത്ത് കയറി വില്യത്തിന് സാധനങ്ങൾ വാങ്ങാനായി. പക്ഷേ ഈ സമയം ആണുങ്ങളാരും വീട്ടിലില്ലെന്ന് മനസ്സിലാക്കിയ കുറച്ച് ഗുണ്ടകൾ വില്യത്തിന്റെയും ട്രൈവലിന്റെയും വീട്ടിൽ കയറി മോഷ്ടിക്കുകയും അവരുടെ സമ്പാദ്യമായി ഉണ്ടായിരുന്ന ആകെയുള്ള ഭക്ഷണ വിഭവങ്ങൾ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. മറുവശത്ത് ഗോഡൌണിൽ നിന്നും ഭക്ഷണം വാങ്ങിയിരുന്ന വില്യത്തിനാകട്ടെ പുറത്ത് നിരവധി ആളുകൾ തടിച്ചു നിന്നിരുന്നതുകൊണ്ടും പ്രൊട്ടസ്റ്റ് നടക്കുന്നതുകൊണ്ടും അവിടെ നിന്ന് പിടിച്ചുപറിയില്ലാതെ ഭക്ഷണവുമായി കടന്നുവരൽ അത്ര എളുപ്പമായിരുന്നില്ല. ഒടുവിൽ ആ ഗോഡൌണിന്റെ ഒരു വശത്തെ തകരഭാഗം പൊളിഞ്ഞിരിക്കുന്നത് കണ്ട് അതുവഴിയായിരുന്നു വില്യം പുറത്തു കടന്നത്. വീട്ടിലെത്തിയ വില്യം ധാന്യങ്ങൾ അമ്മയ്ക്കടുത്തെത്തിച്ചു. ട്രൈവലും മടങ്ങിയെത്തിയിരുന്നു. നടന്ന ദാരുണമായ സംഭവങ്ങൾ ട്രൈവൽ തിരിച്ചറിഞ്ഞു. ഉള്ള ധാന്യം കൊണ്ട് അടുത്ത വിളക്കാലം വരെ തള്ളി നീക്കുക അത്ര സാധ്യമല്ല. 3 നേരം ഭക്ഷണം കഴിക്കാനാവില്ല എന്ന് വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു നേരം ഭക്ഷണത്തിലേക്ക് ചുരുക്കുവാൻ, അത്തരത്തിൽ ഭക്ഷണം കഴിക്കുവാൻ ട്രൈവൽ ദുഃഖത്തോടെ വീട്ടുകാരോട് പറഞ്ഞു. ഏറെ ദേഷ്യം കനത്തിരുന്ന ആഗ്നസ് ആകട്ടെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. വരൾച്ച ഗ്രാമത്തെ കൂടുതൽ കഠിനമായി പിടികൂടാൻ തുടങ്ങി. ട്രൈവലാകട്ടെ തന്റെ നിലത്തിൽ കൂടുതൽ കഠിനമായി പണിയും ചെയ്തുകൊണ്ടിരുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് തോന്നിയൊരവസ്ഥയിൽ വില്യം തന്റെ ചേച്ചിക്ക് അടുത്തു ചെന്ന് കാച്ചിഗുണ്ടയോട് ചോദിച്ച് കാച്ചിഗുണ്ടയുടെ സൈക്കിളിലെ ഡൈനാമോ തനിക്ക് തരാൻ പറയാമോ എന്ന് ചോദിച്ചു. നിങ്ങൾ പ്രണയത്തിലാണെന്ന് എനിക്കറിയാമെന്നും അദ്ദേഹം ആ ഡൈനാമോ തന്നാൽ അതുപയോഗിച്ച് ഒരു വിൻമിൽ ഉണ്ടാക്കി ഗ്രാമത്തിലെ കേടായ മോട്ടോർ നന്നാക്കിയെടുത്ത് ഇലക്ട്രിസിറ്റി കൊണ്ടുവന്ന് പ്രവർത്തിപ്പിക്കാൻ പറ്റുമോ എന്ന് താൻ ശ്രമിച്ചു നോക്കാം. ഗ്രാമത്തിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കാം എന്നും അവൻ പറഞ്ഞു. അടുത്ത ദിവസം വില്യം വിറകെടുക്കാൻ പോയി വീട്ടിലേക്ക് തിരികെ വരുമ്പോൾ അച്ഛനും അമ്മയും പരിഭ്രാന്തരായി നിൽക്കുന്നത് കാണപ്പെട്ടു. അമ്മയുടെ കയ്യിൽ ഒരു കത്തുമുണ്ട്. സംഭവം എന്തെന്നാൽ ആനി കാച്ചിഗുണ്ടയുടെ ഒപ്പം ഒളിച്ചോടി പോയിരുന്നു. ആഗ്നസും ട്രൈവലും പൊട്ടിക്കരയുകയായിരുന്നു. ഡൈനാമോ കിട്ടുമെന്ന പ്രതീക്ഷയില്ലാതായതായിരുന്നു വില്യത്തെ കൂടുതൽ വേദനിപ്പിച്ചത്. പക്ഷേ വീടിനകത്ത് കയറി ആനിയുടെ മുറിയിലേക്ക് ചെന്ന വില്യം അവിടെ ഡൈനാമോ ഇരിക്കുന്നത് കണ്ടു. അവന്റെ കണ്ണുകളിൽ ചെറുതായെങ്കിലും ഒരു തെളിച്ചമുണ്ടായി. പക്ഷേ അച്ഛനും അമ്മയ്ക്കൊപ്പം ആനിയെപ്പറ്റി അന്വേഷിക്കാൻ വില്യമിനും പോകേണ്ടി വന്നു. സ്കൂളിലേക്കായിരുന്നു അവർ ചെന്നത്. പ്രിൻസിപ്പളിനടുത്ത് കാര്യം പറഞ്ഞ കാച്ചിഗുണ്ടയെപ്പറ്റി അവർ ചോദിച്ചു. കാച്ചിഗുണ്ടയെപ്പറ്റി ഒരറിവുമില്ലെന്നും അവരുടെ വീട്ടിലുണ്ടായ സംഭവത്തിന് തനിക്ക് ദുഃഖമുണ്ടെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. ആ സമയം വില്യം പ്രിൻസിപ്പലിനോട് തനിക്ക് ലൈബ്രറിയിൽ കയറാൻ അനുവാദം തരാമോ എന്ന് ചോദിച്ചു. ഗ്രാമത്തിലുള്ള എല്ലാവരും കഷ്ടത്തിലാണെന്നും താനൊരു വിൻമിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും അതിനുവേണ്ടി പഠിക്കാൻ വേണ്ടിയാണ് എന്നും അവൻ പ്രിൻസിപ്പലിനോട് ആവശ്യപ്പെട്ടു. ആ ഒരു സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിലാകണം പ്രിൻസിപ്പൽ അന്നതിന് സമ്മതിച്ചു. ശേഷം വില്യം ഇലക്ട്രിസിറ്റി ജനറേഷനെ പറ്റിയും വിൻമില്ലിനെ പറ്റിയും പുസ്തകങ്ങളിൽ നിന്നും കൂടുതലായി പഠിക്കാൻ തുടങ്ങി. വൈകാതെ അവനൊരു പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. ഒരു ചെറിയ മാതൃക കൂട്ടുകാരോടും അവൻ തന്റെ ഐഡിയ പറഞ്ഞു. അവരും അവന്റെ കൂട്ടത്തിൽ കൂടി. അവർ ആദ്യമായി ചെറിയൊരു വിൻമിൽ ക്രിയേറ്റ് ചെയ്തു. ആ ചെറിയ വിൻമിൽ ഉപയോഗിച്ച് അവരുടെ റേഡിയോ അവൻ പ്രവർത്തിപ്പിച്ചു. പ്രോട്ടോടൈപ്പ് സക്സസ്ഫുൾ ആയിരുന്നു. അതോടെ കുറച്ചധികം കോൺഫിഡൻസ് വില്യത്തിനും കൂട്ടുകാർക്കും കൈവന്നു. വലിയൊരു വിൻമിൽ ഉണ്ടാക്കാനും ഗ്രാമത്തിലെ ഇലക്ട്രിസിറ്റി ഇല്ലാത്തതുകൊണ്ട് പ്രവർത്തിക്കാതെ ഇരിക്കുന്ന മോട്ടോർ പ്രവർത്തിപ്പിക്കാനും അതുവഴി അണ്ടർഗ്രൗണ്ട് വാട്ടർ പമ്പ് ചെയ്ത് കൃഷിയിടത്തിലേക്ക് എത്തിക്കാനും അവൻ മനസ്സിൽ പദ്ധതിയിട്ടു. കൂട്ടുകാർക്കൊപ്പം വില്യം അതിന്റെ പണിപ്പുരയിലേക്ക് കടന്നു. ജങ്ക്യാർഡിൽ പോയി വിൻമിൽ നിർമ്മിക്കാനായ വസ്തുക്കൾ കളക്ട് ചെയ്ത് അവർ അതിന്റെ പണിയും തുടങ്ങി. വില്യം ആകട്ടെ അച്ഛൻ അടുത്തു ചെന്ന് താൻ ചെയ്ത പ്രോട്ടോടൈപ്പ് കാണിക്കുകയും തന്റെ മനസ്സിലുള്ള ഐഡിയ പങ്കുവെക്കുകയും അത്തരത്തിൽ മോട്ടോർ വർക്ക് ചെയ്യിപ്പിക്കാം എന്നുമൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ അച്ഛനടുക്കൽ ശ്രമിക്കുകയും ചെയ്തു. പിന്നാലെ വലിയ വിൻമിൽ ഉണ്ടാക്കണമെങ്കിൽ അതുമായി കണക്ട് ചെയ്ത് ഡൈനാമോ പ്രവർത്തിപ്പിക്കണമെങ്കിൽ അതിന്റെ വസ്തുക്കൾ ഉണ്ടാക്കാൻ അച്ഛന്റെ സൈക്കിൾ തനിക്ക് ആവശ്യമാണ്, അത് തരാമോ എന്നും അവൻ ചോദിച്ചു. വില്യത്തിനെ അത് ദേഷ്യം പിടിപ്പിക്കുകയായിരുന്നു ചെയ്തത്. കുടുംബത്തിന്റെ ആകെ അസറ്റായി ഇനി ബാക്കിയുള്ളത് ആ ഒരേ ഒരു സൈക്കിളാണ്. അതുകൂടി നഷ്ടപ്പെട്ടാൽ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്നതായിരുന്നു വില്യത്തെ ആശങ്കയിലാക്കിയത്. പ്രോട്ടോടൈപ്പ് അടക്കം വലിച്ചെറിഞ്ഞ് നശിപ്പിച്ച് കൃഷിയിടത്തിൽ തന്നെ സഹായിക്കാൻ കൂടുവാൻ വില്യത്തിനോട് ട്രൈവൽ പറഞ്ഞു. വില്യത്തിന്റെ ഈ ആവശ്യമില്ലാത്ത സ്വപ്നം കാണൽ കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് അദ്ദേഹം അവനെ നിരുത്സാഹപ്പെടുത്തി. അച്ഛന്റെ നിർബന്ധപ്രകാരം പിന്നീട് അങ്ങോട്ടേക്ക് വില്യത്തിനും ആ കൃഷിയിടത്തിൽ ജോലി ചെയ്യേണ്ട വന്നു. വെള്ളമില്ലാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന് വില്യത്തിന് അറിയാമായിരുന്നു. പക്ഷേ
എന്നിരുന്നാലും അവനു മുമ്പിൽ മറ്റു വഴികളുണ്ടായിരുന്നില്ല. വില്യം പിന്നീട് തന്റെ കൂട്ടുകാരെ കാണാൻ ചെല്ലുമ്പോൾ കണ്ടത് അവരൊക്കെയും വരൾച്ചയും മറ്റും കാരണം ഗ്രാമം വിട്ടുപോകാൻ തയ്യാറെടുക്കുന്നതായിരുന്നു. ഒരു തരത്തിൽ അവരോട് പോവരുതെന്നും വിൻമിൽ വർക്ക് ചെയ്യിപ്പിച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കി മോട്ടോർ വർക്ക് ചെയ്യിപ്പിച്ച് നല്ല രീതിയിൽ കൃഷി ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അവനവരെ സമാധാനിപ്പിക്കുകയും തൽക്കാലത്തേക്ക് പിടിച്ചു നിർത്തുകയും ചെയ്തു. അച്ഛന്റെ സൈക്കിൾ കിട്ടിയാൽ എല്ലാം സാധ്യമാകുമെന്നും അവരോടുകൂടെ അച്ഛനോട് ആവശ്യപ്പെടാൻ വില്യം പറയുകയും ചെയ്തു. വില്യമും കൂട്ടുകാരും വീണ്ടും ട്രൈവലിന്റെ അടുത്തെത്തി തങ്ങളുടെ സ്വപ്ന പദ്ധതിയെപ്പറ്റി പറയുകയും അതിന്റെ സഹായത്തിന് അദ്ദേഹത്തിന്റെ സൈക്കിൾ വിട്ടുതരാമോ എന്ന് ചോദിക്കുകയും ചെയ്തു. പക്ഷേ ഇത്തവണയും ട്രൈവൽ അത്രമേൽ ക്ഷുഭിതനാവുകയായിരുന്നു ചെയ്തത്. അവരെ അദ്ദേഹം തുരത്തി ഓടിക്കുകയും ചെയ്തു. ആ സമയത്തായിരുന്നു വരൾച്ചയും ഭക്ഷണമില്ലായ്മയും മൂലം ട്രൈവലിന്റെ വളർത്തുനായ ചാവുന്നത്. ആഗ്നസിനെയും വില്യത്തിനെയും അടക്കം അത് ഏറെ ദുഃഖിപ്പിച്ചിരുന്നു. ട്രൈവലിന്റെയും മനസ്സ് തകർന്നു തുടങ്ങി. അന്ന് ആഗ്നസ് തന്റെ ഭർത്താവിനോട് സംസാരിച്ചു. എന്തൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു, ഇനിയുള്ളത് ആ സൈക്കിളല്ലേ, അത് വില്യത്തിന് കൊടുക്ക്, അവന് പ്രതീക്ഷയുള്ളത് എന്താണോ അതവനൊന്ന് ചെയ്തു നോക്കട്ടെ എന്ന് ആഗ്നസ് പറഞ്ഞു. ജീവിതത്തിൽ താൻ ഒരുപാട് നഷ്ടപ്പെടുത്തി കഴിഞ്ഞെന്നും ഇനി എന്റെ മകനെ കൂടെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല എന്നും ആ അമ്മ കൂട്ടിച്ചേർത്തു. ട്രൈവലിന്റെ മനസ്സിൽ ആഴത്തിൽ പതിക്കുവാൻ ആ വാക്കുകൾ ധാരാളമായിരുന്നു. വില്യത്തിനടുത്തേക്ക് ട്രൈവൽ തന്റെ സൈക്കിൾ ചവിട്ടിയെത്തി. തന്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞിരുന്ന ട്രൈവൽ വില്യത്തിന് സൈക്കിൾ കൈമാറുകയും അവനിൽ പ്രതീക്ഷയർപ്പിച്ച് നിനക്കെന്തു വേണമോ ആ സഹായം അത്രയും താൻ ചെയ്യാമെന്നും നിന്റെ സ്വപ്നം പോലെ നീ പ്രവർത്തിക്കാനും നിന്റെ വിശ്വാസം പോലെ ചെയ്യാനും ആവശ്യപ്പെട്ടു. വൈകാതെ വില്യമും ട്രൈവലും ചേർന്ന് അടുത്തുള്ള ഒരു ഷോപ്പിലേക്ക് സൈക്കിളുമായിട്ടെത്തി. സൈക്കിളിൽ വിൻമിൽ പ്രൊജക്ടിനു വേണ്ട മാറ്റങ്ങൾ അവിടെ നിന്നും അവർ വരുത്തിയെടുത്തു. ശേഖരിച്ച മറ്റു വസ്തുക്കളിൽ നിന്നും ബാക്കി ഭാഗങ്ങളും വില്യമും കൂട്ടുകാരും ചേർന്ന് ഡെവലപ്പ് ചെയ്തു. അതിനോടകം അവരുടെ ശ്രമം കണ്ട് ഗ്രാമവാസികളിൽ ബാക്കിയുള്ള കുറച്ചുപേരും അവരെ സഹായിക്കാനെത്തി. കണ്ടെത്തിയ ആക്രികളിൽ നിന്നും വില്യം ഓരോന്നായി ബിൽഡ് ചെയ്തു. ഗ്രാമവാസികളുടെ സഹായത്തോടെ വലിയ മരക്കാലുകൾ കൂട്ടിക്കെട്ടി ഉയരത്തിൽ വിൻമിൽ സ്ഥാപിക്കുവാൻ വേണ്ട ഒരു ടവറും അവനുണ്ടാക്കിയെടുത്തു. വൈകാതെ ഭാരമേറിയ ആ വിൻമിൽ അവർ ആ ടവറിന്റെ മുകളിലെത്തിച്ചു. കൃത്യമായ രീതിയിൽ ഫിറ്റ് ചെയ്തു. വിൻമിൽ പ്രവർത്തിക്കാൻ ആരംഭിച്ചു. കിണറ്റിൽ നിന്നും വെള്ളം പുറത്തേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. ഗ്രാമവാസികൾ നിരാശരായി. വില്യം താഴെ വന്ന് പറഞ്ഞു, ബാറ്ററി ചാർജ് ആകുവാൻ കുറച്ച് സമയമെടുക്കും, ഏവരും കാത്തിരിക്കണം. ഏവരും പ്രതീക്ഷയോടെ കാത്തിരുന്നു. പലപ്പോഴും നിരാശയും പലരുടെയും മുഖത്ത് തളം കെട്ടി. എന്നിരുന്നാലും കുറച്ച് സമയം പിന്നിട്ടതും ഏവരെയും അതിശയിപ്പിച്ചുകൊണ്ട് മോട്ടോർ പ്രവർത്തിക്കാൻ ആരംഭിച്ചു. വാട്ടർ പമ്പ് വർക്ക് ചെയ്യാൻ തുടങ്ങിയതും ഏറെ ആഴമുള്ള ആ കുഴൽ കിണറിലെ വെള്ളം കരയിലേക്ക് പമ്പ് ചെയ്തെത്തി. ഗ്രാമവാസികളുടെ മുഖത്തുണ്ടായ സന്തോഷം വർണ്ണനകൾക്കും അതീതമായിരുന്നു. അവരുടെ ജീവനും ജീവിതവുമായിരുന്നു അവർ മുമ്പിൽ കണ്ടത്. ട്രൈബൽ നിറ കണ്ണുകളോടെ സന്തോഷത്തോടെ തന്റെ മകനെ വാരിപ്പുണർന്നു. ഗ്രാമവാസികൾ തുള്ളിച്ചാടി. വെള്ളം ലഭ്യമായതോടെ കർഷകരൊന്നിച്ച് പ്രതീക്ഷയോടെ വീണ്ടും കൃഷി ആരംഭിച്ചു. പുതിയ വിത്തുകൾ പാകി. ഒരാഴ്ചയ്ക്കപ്പുറം വിത്തുകൾ മുളച്ചു തുടങ്ങി. ഗ്രാമത്തിൽ വീണ്ടും പച്ചപ്പ് നിറയാൻ ആരംഭിച്ചു. ഗ്രാമവാസികളിൽ സന്തോഷവും വീണ്ടും തിരികെ എത്തി. അന്നൊരു ദിവസം വില്യം തന്റെ വീട്ടുമുറ്റത്തെ വിൻമില്ലിലേക്കും നോക്കി പാരന്റ്സിനോട് സംസാരിക്കുകയായിരുന്നു. പ്രിൻസിപ്പൽ തന്നെ കാണാൻ വിളിച്ചിരുന്നെന്നും ഏതോ നാഷണൽ സ്റ്റുഡന്റ് ഓർഗനൈസേഷൻ റെപ്രസെന്റേറ്റീവ്സ് നമ്മുടെ ഗ്രാമത്തെ പറ്റിയും എന്നെ പറ്റിയും കേട്ടറിന് എന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും അവർ എനിക്ക് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുമെന്നും വലിയ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് പഠിക്കാൻ സാധിക്കുമെന്നും പറയുന്നു എന്നും വില്യം മാതാപിതാക്കളെ അറിയിച്ചു. ട്രൈവലിന്റെയും ആഗ്നസിന്റെയും സന്തോഷത്തിന് അതിരില്ലായിരുന്നു. തന്റെ മകനെ ചേർത്ത് പിടിച്ച ട്രൈവൽ പറഞ്ഞു, നീ കൂടുതൽ പഠിക്കണം. താൻ നിർമ്മിച്ച വിൻമിൽ ടവറിലേക്ക് കയറി ഗ്രാമത്തിന്റെ ചുറ്റിലേക്ക് നോക്കി പച്ചപ്പ് ആസ്വദിക്കുന്ന വില്യത്തിന്റെ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. എപ്പിലോഗിൽ വില്യം പിന്നീട് ഡാർമൌത്ത് കോളേജിൽ നിന്നും സ്കോളർഷിപ്പോടെ പഠിച്ച് ഡിഗ്രി പൂർത്തിയാക്കി എന്നും കാണിക്കുന്നു. യഥാർത്ഥ കഥയെ അടിസ്ഥാനമാക്കിയുള്ള ഈ മോട്ടിവേഷണൽ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.